friends, Namaskaram. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റവ ദോശ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പോൾ എന്നെ ചിന്തിക്കുക എന്താണെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റവ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് തൈര്, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് നല്ലത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്ന് വെച്ചാൽ 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതായി കഴിഞ്ഞാൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. വല്ലാതെ സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരികൾ ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഫസ്റ്റ് നോർമൽ ദോശയാണ് ചെയ്യുന്നത്. അത് വലുതാക്കിയോ ചെറുതാക്കിയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് മറിച്ചിട്ട് നെയ്യോ എണ്ണയോ ചേർത്ത് ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. രണ്ടാമത്തെ ഞാൻ ഊത്തപ്പം മോഡലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സബോളയും ക്യാരറ്റും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് കുറച്ച് ഈ ഓരോ ദോശയുടെ മേലെ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇടയിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ദോശ ബാറ്ററിൽ ഞാൻ കുറച്ച് പാലക്കിൻ്റെ ഇലയില്ലേ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ പാലക്കിൻ്റെ ഇല എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫസ്റ്റത്തെ ദോശ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കില്ല അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ദോശയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഊത്തപ്പം മോഡൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കി വന്ന ബാറ്ററിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചില കുട്ടികൾക്കൊക്കെ പുറത്ത് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്ന കണ്ടാൽ കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ പറ്റിയൊരു ഐഡിയ ആണിത്. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സെറ്റ് ദോശ ഞാൻ ചെറിയ കുട്ടി ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നോർമൽ ദോശകൾ പോലെ തന്നെ ചുട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോശ. നല്ല ഹെൽത്തി ദോശയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ദോശയാണേ. ഞാനിത് ഗാർലിക് ചട്നി ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും റവ ദോശ റെസിപ്പി ഇഷ്ടമായില്ലേ? ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കാരണം നമ്മൾ സ്പിനച്ച് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കളർഫുൾ ആയിട്ട് ഇരിക്കുകയല്ലേ.
അപ്പൊ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.